ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ കടലിൽ പൊന്തിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുന്നിലാണ്. എപ്പോഴും ഇതിലൂടെ വണ്ടി പോയിരുന്നു, ഇപ്പോൾ ഇതിലൂടെ വണ്ടി പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ സാധനങ്ങൾ കേട്ടോ. ഇതൊരു ചെങ്ങാട്ടം പോലത്തെ സാധനം കേട്ടോ. ഞാൻ അവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞത് ഇവിടെ എത്തി. അങ്ങനെ ഗായ്സ്, ഞാൻ കറങ്ങി തിരിഞ്ഞ് ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തിട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയണേ. ഇതിപ്പോൾ ചെട്ടിയും പൂക്കളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള പല പല നിറത്തിലുള്ള പല പല രാജ്യത്തിനെ പ്രതികരിച്ചുള്ള പല കൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഡയമണ്ട്, വലിയൊരു ഡയമണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഹോട്ടലിലേക്ക് ബോട്ടിലൂടെയും വരാം. നമുക്കിതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ കയറി നോക്കാം. വാവ്, വെരി ബ്യൂട്ടിഫുൾ. ഒരു മനോഹരമായ സൂര്യാസ്തമയവും കാണാൻ കഴിയുന്നുണ്ട്. മക്തൂം ബ്രിഡ്ജൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കായിട്ട് നിൽക്കണം കണ്ടോ. മനോഹരമായിട്ടുള്ള സായാഹ്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ ആ കാണുന്നത് മക്തൂം ബ്രിഡ്ജാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം, സൺസെറ്റൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ കടലിൽ പൊന്തിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇതാണ് ദുബായിൽ കടലിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞാൻ ആദ്യം എപ്പോഴും ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ അടച്ച് കിടക്കുക കേട്ടോ. സാധാരണ എപ്പോഴും ഇതിലൂടെ വണ്ടി പോയിരുന്നു, ഇപ്പോൾ ഇതിലൂടെ വണ്ടി പോകാൻ പറ്റില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ദുബായിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് റോഡാണ്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അത് കടലിൻ്റെ മേലെ അതൊരു ഫ്ലോട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ അടിയിലിങ്ങനെ എന്താ ഒരു പ്രത്യേകതരം ബ്രിഡ്ജാണ്. ഇതിപ്പോൾ ആ സെൻറ്ററിൽ ഇവിടെ തുറന്ന് കിടക്കുകയാണ് ഒരു ഭാഗം. അതിലൂടെ ബോട്ടുകൾക്ക് പോകാം. ആദ്യമൊക്കെ ഇതിലൂടെ വണ്ടികൾക്ക് പോകാൻ പറ്റിയിരുന്നു. ഇങ്ങനെ ഞായറാഴ്ച മാത്രമേ അവിടെ തുറന്നിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു 9 മാസമായിട്ട് ഇതിങ്ങനെ അടച്ച് കിടക്കുകയാണ്. ഇത് വണ്ടികൾ ഇങ്ങനെ വരും, പക്ഷെ ഇങ്ങനെ ഇവിടെ പാസിംഗ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. ആ കാണുന്നതാണ് ദുബായിലെ സിറ്റി സെൻറ്റർ. ഇപ്പോൾ ഇത് പുതിയതായിട്ടുണ്ടാക്കിയ പ്രോജക്റ്റുകളൊക്കെയാണിത് ഈ കാണുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മറിച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു അടിപൊളി ചെടിയൊക്കെ ഉണ്ട്. കുറച്ച് നമുക്കിങ്ങനെ പോയി നോക്കാം. അവിടെ ഒരു സാധനം ഇങ്ങനെ കണ്ട, കുറേ ദൂരം പോയാലോ പണിയുണ്ട്. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് പോയി നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ സാധനങ്ങൾ കേട്ടോ. വലിയ ഹൈഡ്രോളിക് ജാക്കിയാണ്. കണ്ടോ, ഇതിങ്ങനെ റോഡാണ്. ആ കാണുന്നത് റോഡിൻ്റെ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് ഈ കടലിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ അങ്ങനെ ബോട്ടുകൾക്ക് പോവാം. ഇതൊരു ചെങ്ങാട്ടം പോലത്തെ സാധനം കേട്ടോ. ആ സൈഡിലൂടെ ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ ആ ഭാഗത്തായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനത് ഇവിടേക്ക് നടന്നെത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് വണ്ടികൾ തിരിച്ചു പോവുക. സൈഡിലൂടെ ഇങ്ങനെ നടക്കട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു സായാഹ്നം ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. അടിപൊളിയായിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ള ഒരു മനോഹര കാഴ്ച. അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നില്ല, ആ ബ്രിഡ്ജാണ് അൽ ഗർഹൂദ് ബ്രിഡ്ജ് എന്ന് പറയും. ഇതാണ് കടലിനോട് തൊട്ടുരുമ്പി ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഭാഗമൊക്കെ. ഇവിടെ ഇങ്ങനെ ഇരുമ്പാണ്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്ന പോർഷൻ ഇതാ, അതൊക്കെ ഒരു ഫ്ലോട്ടാണ്. താവും പൊന്തും ചെയ്യുന്നൊരു ഘടകമാണ്, ഫ്ലോട്ട് പോലത്തെ. അപ്പോൾ ആ പോർഷനിൽ കുറച്ച് ഭാഗത അതിപ്പോൾ നടുഭാഗം തുറന്നുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ആ കാണുന്ന ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഒരു റോഡ് തന്നെയായിരുന്നു.
അപ്പോൾ നടുവിലൂടെ ആ ബോട്ടുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് തൽക്കാലം ഇങ്ങോട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ്. വേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ മനോഹരമായിട്ടുള്ള പുതിയ പ്രോജക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഞാൻ അവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞത് ഇവിടെ എത്തി. ഇത് ഇവിടുത്തെ വലിയ പ്രോജക്റ്റാണ്, ഇപ്പം അടുത്ത് ഓപ്പൺ ആയതാണ്. ഇവിടുത്തെ വലിയ ഹോട്ടലാണ്. അവിടെ ഇങ്ങനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞ ഹോട്ടലുകളാണ്. ഭയങ്കര സെറ്റപ്പാണ് അവിടെ. അങ്ങനെ ഗായ്സ്, ഞാൻ കറങ്ങി തിരിഞ്ഞ് ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തിട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയണേ. ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ആക്കിയ സംഭവങ്ങളാണ്. വലിയ വലിയ ഹോട്ടലുകളാണ് ഇവിടെ. അമ്പരച്ചുംബികളായിട്ടുള്ള വലിയ വലിയ ഹോട്ടലുകളാണ് സുഹൃത്തുക്കളെ. ആ കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സംഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിലൂടെ ബോട്ടുകൾക്കൊക്കെ വരാം. വേണ്ടോ, ഈ പ്രോജക്റ്റൊക്കെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് ഈ ഭാഗമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വലിയ വലിയ ഹോട്ടലുകളാണ്, വലിയ വലിയ സ്റ്റാഫുകൾ, അടിപൊളി കാഴ്ചകൾ. സെക്യൂരിറ്റികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പോലെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയും ഭയമൊക്കെ ഉണ്ട്. ഇത് ഗസ്റ്റുകൾക്കൊക്കെ പോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി. ഇതിൻ്റെ റോഡുകളൊക്കെ അടിപൊളി റോഡാട്ടോ. ചെടിച്ചട്ടിയും പൂക്കളൊക്കെ ഉണ്ട്. അടിപൊളിയായുള്ള പല പല നിറത്തിലുള്ള പല പല രാജ്യത്തിനെ പ്രതികരിച്ചുള്ള പല കൊടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ മുന്നിലൊരു ഡയമണ്ടിൻ്റെ ഒരു സംഭവം, ഒരു വെള്ളച്ചാട്ടം. ഞാൻ പോയി നോക്കട്ടെ. അതിൻ്റെ മുന്നിൽ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളി. ആരൊന്നും പറയണമെന്നില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. അടിപൊളിയായിട്ടുള്ള ഡയമണ്ട്, വലിയൊരു ഡയമണ്ട്, വലിയ അടിപൊളി സംഭവം കേട്ടോ. കാറുകളൊക്കെ ഉണ്ട്. വലിയ വലിയ VIP സെറ്റപ്പാണ് ഇവിടെ. ഞാനും ഇങ്ങനെ പോയി നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഹോട്ടലിലേക്ക് ബോട്ടിലൂടെയും വരാം, കാറിലൂടെയും വരാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. എല്ലായിടത്തും ക്യാമറകളും ഇതൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ കുറച്ച് പോയി നോക്കട്ടെ. ഇവിടുത്തെ ഇരിക്കുകയോ ചെയ്യാം കേട്ടോ. കാമുകന്മാർക്കും ഫാമിലിക്കൊക്കെ ഇരിക്കാം. നല്ല മനോഹരമായുള്ള ആംബിയൻസാണ്. അപ്പോൾ ഇതിലൊക്കെ റൂമുകൾ കിട്ടും. അപ്പോൾ റൂമിലൊക്കെ എടുത്തുകൊണ്ട് വിദേശികളൊക്കെ വന്നാണ് ഇവിടെ താമസിക്കും. അവരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഹോട്ടലുകളാണിത്. സംഭവം അതാണ്. അങ്ങനെ പോയി നോക്കാം കുറച്ച്. നമുക്കിതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ കയറി നോക്കാം. വാവ്, വെരി ബ്യൂട്ടി കേട്ടോ. വാട്ട് എ ബ്യൂട്ടി. ആ പ്രോജക്റ്റും ഇങ്ങനെ നടന്നിങ്ങനെ വരികയാണ്. മോനെ, ഇവിടെ നിന്ന് അധികം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയെന്ന് മാത്രം. അപ്പോൾ അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയണേ. ഇങ്ങനെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഓവർ ബ്രിഡ്ജുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഓവർ ബ്രിഡ്ജുകളുണ്ട്. ഇതിൻ്റെയൊക്കെ തൂണിൻ്റെ വണ്ണം കണ്ട വലിയ വണ്ണത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബോട്ടുകളും ആളുകളൊക്കെ വരുമ്പോൾ നല്ല വൈബാക്കാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ ബിൽഡിങ്ങിൽ നിന്നാണ് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നത്. ഈ ഹോട്ടൽ ഇതാണ്.
ഈ ഹോട്ടലുകളുടെ മുന്നിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാ ആ കാണുന്നതാണ് മക്തൂം ബ്രിഡ്ജ് കേട്ടോ. കാണുന്നുണ്ടോ വണ്ടികളൊക്കെ നല്ല തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലൊരു മനോഹരമായ സൂര്യാസ്തമയവും കാണാൻ കഴിയുന്നുണ്ട്. മക്തൂം ബ്രിഡ്ജൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കായിട്ട് നിൽക്കണം ഉണ്ടോ ഈ സമയത്ത്. അപ്പോൾ ഇതിലൂടെയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ്, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഗായ്സ് നല്ലൊരു മനോഹരമായിട്ടുള്ള സായാഹ്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ ആ കാണുന്നത് മക്തൂം ബ്രിഡ്ജാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം, സൺസെറ്റൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. വൗ, ബ്യൂട്ടിഫുൾ ഇവൻറ്റ്. അപ്പോൾ ഈ ഹോട്ടലിലേക്ക് വരാനുള്ള എൻട്രൻസ് ആണിത്. ഇവിടെ ബോട്ട് നിർത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായ ചെടിയൊക്കെ ഇവിടെ. നമുക്കിതിലൂടെ ഇങ്ങനെ പോയി നോക്കാം. നമ്മുടെ ഗ്ലാസ് കൊണ്ട് മറിച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമുക്ക് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും കാണാം. വേണ്ട അവിടെ അങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടോ, ആ ക്യാപ്പിലൂടെയാണ് പിന്നെ ബോട്ടുകൾ വരിക. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കുകളോ ഒന്നുമില്ല. ശാന്തസുന്ദരമായ സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ചില ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുള്ളൂ. भाई बॉस कैसा है? ठीक है, इधर तो कुछ मुश्किल है ना, वीडियो बनाएगा कुछ मुश्किल है ना. इधर ओपन नहीं हुआ पूरा फुल ओपन नहीं है, हो जाएगा. അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇതാണ്ട വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കണം ഈ ഭാഗം. അതിൻ്റെ മുകളിൽ റോഡാണ്. ഇതാ ആ കുറച്ച് ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തിലൂടെ ബോട്ടുകൾക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഓപ്പണായ സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഒരു സായാഹ്നം ചിലവഴിക്കാൻ വേണ്ടി ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഈ ബ്രിഡ്ജിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം, നല്ല കാറ്റ് ആസ്വദിക്കാം. ഒരു ദിവസം ഇവിടെ ചിലവഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സിറ്റി സെൻറ്ററിൽ പോവാം.